തഗ് ലൈഫ് എന്ന മണിരത്നം കമലഹാസൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് നടക്കുന്ന സമയം വേദിയിൽ ആ സിനിമയിലെ ഗാനങ്ങൾ ഓരോന്നായി സിനിമയിൽ പാടിയവർ തന്നെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ അതിലെ മുത്തമഴை എന്ന ഗാനം പാടിയ ദി എന്ന ഗായിക അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ ഗാനത്തിൻ്റെ ട്രാക്ക് പാടിയത് അന്ന് പ്രശസ്ത ഗായികയായ ചിന്മയി ശ്രീപദമാണ്. വൈകാരികത നിറഞ്ഞ സന്തോഷം പ്രസരിപ്പിക്കുന്ന രീതിയിൽ ആ ഗാനം ചിന്മയി ആലപിച്ചപ്പോൾ അത് നിലയ്ക്കാത്ത കയ്യടികളോടെയാണ് സ്വീകരിക്കപ്പെട്ടത്. സിനിമയിലുള്ളതിനേക്കാൾ മനോഹരമായും തീവ്രതയോടും കൂടിയാണ് ആ ഗാനം ചിന്മയി അന്ന് പാടിയത്. 1 കോടിയിലധികം പേരാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ടകം ആ വീഡിയോ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ ആ ഗാനവും ചിന്മയിയും വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്മയി ഒരു തരത്തിൽ ഒരു മധുര പ്രതികാരമാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയോട് ചെയ്തത്. തഗ് ലൈഫിൻ്റെ ഹിന്ദി വേർഷനിലും തെലുങ്ക് വേർഷനിലും ഈ ഗാനം പാടിയത് ചിന്മയിയാണ്. ഇന്ത്യൻ സിനിമാ രംഗത്തെ കുലപതിയായ മ്യൂസിഷ്യനായ AR റഹ്മാന് പോലും ഈ സിനിമയുടെ ഹിന്ദി വേർഷനിലും തെലുങ്ക് വേർഷനിലും ചിന്മയെ കൊണ്ട് ആ ഗാനം പാടിപ്പിച്ചെങ്കിലും അതിൻ്റെ ഒറിജിനൽ വേർഷനിൽ തൻ്റെ പ്രിയ ശിഷ്യയും തമിഴ്നാട്ടുകാരിയും കൂടിയായ ചിന്മയിയെ പാടിപ്പിക്കാൻ കഴിയാത്തതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അത് ഒരു വിലക്കിൻ്റെ കഥയാണ്, ഒരു അപ്രഖ്യാപിത വിലക്കിൻ്റെ കഥ. മറ്റേത് ഫിലിം ഇൻഡസ്ട്രിയിലെയും പോലെ തന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും ഒരു പെൺകുട്ടിയോട് ചെയ്ത നീതികേടിൻ്റെ കഥ കൂടിയാണത്. തൻ്റെ 18ാമത്തെ വയസ്സിലാണ് ചിന്മയി ആദ്യമായി ഒരു സിനിമയ്ക്കായി പാടുന്നത്. അതും കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലെ AR റഹ്മാന്റെ ഒരു ദേവൻ തന്ത പൂവേ എന്ന ഗാനത്തിന്. വളരെ പ്രശസ്തമായ ആ ഗാനം ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡിനുള്ള നോമിനേഷന് വരെ ചിന്മയിയെ പ്രാപ്തയാക്കി. ദേശീയ അവാർഡ് ലഭിച്ചില്ലെങ്കിലും ആ വർഷത്തെ ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള തമിഴ്നാട് സംസ്ഥാന അവാർഡ് ലഭിച്ചത് ചിന്മയിക്കാണ്. പിന്നീട് ചിന്മയിയുടെ കാലമായിരുന്നു. ഒരുപാട് സിനിമകളിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ ഒരുപാട് സിനിമകളിൽ ചിന്മയി പാടി. പല ഗാനങ്ങളും സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു. ചിന്മയി ഒരു ഗായിക മാത്രമായിരുന്നില്ല, ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. വിവിധ ഭാഷകളിൽ ഒരുപാട് സിനിമകളിൽ അവിടുത്തെ നായികമാർക്ക് വേണ്ടി ചിന്മയി തൻ്റെ ശബ്ദം കൊടുത്തു. നമുക്കേറെ പരിചയമുള്ള 96 എന്ന സിനിമയിലെ തൃഷയുടെ ആ മനോഹരമായ പക്വതയാർന്ന ശബ്ദം മറ്റാരുടേതുമായിരുന്നില്ല, അത് നമ്മുടെ ചിന്മയുടേതായിരുന്നു. മാത്രമല്ല, വിണ്ണൈ താണ്ടി വരുവായ എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമയിൽ തൃഷയ്ക്ക് വേണ്ടി ചിന്മയി ഡബ്ബ് ചെയ്തപ്പോൾ അതിൻ്റെ തെലുങ്ക് വേർഷനിൽ സാമന്തിക്ക് വേണ്ടി തെലുങ്ക് ഡബ്ബ് ചെയ്തതും തൃഷയായിരുന്നു. അവിടെയും നിൽക്കുന്നില്ല, അതിലെ ഹിന്ദി വേർഷനിൽ ആമി ജാക്സന് വേണ്ടി ശബ്ദം നൽകിയതും ചിന്മയായിരുന്നു. ഒരു സിനിമയുടെ തന്നെ 3 ഭാഷകളിലും ശബ്ദം നൽകുക എന്ന അപൂർവമായ റെക്കോർഡിന് ഉടമയായ ഒരു വേഴ്സറ്റൈൽ ജീനിയസ് തന്നെയായിരുന്നു ചിന്മയി. എന്നാൽ ഇത്രയും കഴിവുള്ള പേരുള്ള ഇവരെ തമിഴ് ഫിലിം ഡബ്ബിംഗ് യൂണിയൻ അവരുടെ സംഘടനയിൽ നിന്നും പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിടുന്നതിന് അതിൻ്റെ സംഘടനാ സെക്രട്ടറിയും ആർട്ടിസ്റ്റും പൊളിറ്റീഷ്യനും കൂടിയായ രാധം രവി പറഞ്ഞ കാരണമാണ് ഏറെ പരിഹാസ്യം. ആ സംഘടനയിൽ അംഗമാവാനുള്ള വാർഷിക വരസംഖ്യയായ 90 രൂപ അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് അവരെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങളെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന പുഴുക്കുത്തുകളെ പറ്റിയും ലൈംഗിക ചൂഷണങ്ങളെ പറ്റിയുമൊക്കെ നാം തിരിച്ചറിയുന്നത്. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണത്തിനെതിരെയുള്ള മീറ്റുവിൻ്റെ ഭാഗമായി അതിലെ ഇരകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ് ചിന്മയിക്കെതിരെ ഇങ്ങനെ ഒരു നടപടിക്ക് കാരണമായത്. ഒരു സംഗീത പരിപാടിക്കിടെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ വൈരമുത്തു തന്നെ സെക്ഷൽ ഹറാസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ട്വിറ്ററിലൂടെ ചിന്മയി ലോകത്തെ അറിയിച്ചപ്പോൾ അത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ വൻ സ്ഫോടനമായി മാറി. എന്നാൽ ഹറാസ്മെന്റിന് വിധേയമായ ഇരയ്ക്കൊപ്പം നിൽക്കാതെ അന്ന് ഫിലിം ഇൻഡസ്ട്രിയും പ്രേക്ഷക ലോകവും നല്ലൊരു ഭാഗവുമടക്കം ചിന്മയിയെ ആക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. 2018 നടന്ന ആ സംഭവം ചിന്മയിക്ക് തൻ്റെ പ്രൊഫഷണൽ രംഗത്തും വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ പാടാനും ഡബ്ബ് ചെയ്യാനുള്ള അവസരങ്ങൾ പിന്നീട് അവർക്ക് വളരെ അപൂർവമായാണ് കിട്ടിയത്. എന്നാൽ കഴിവുള്ളവരെ തോൽപ്പിക്കാനാവില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവർ പിന്നീട് മറ്റ് ബിസിനസ് രംഗങ്ങളിലേക്ക് കടക്കുകയും ബ്ലൂ എലിഫന്റ് എന്ന ഒരു ട്രാൻസ്ലേഷൻ കമ്പനി നടത്തുകയും അത് ഏറ്റവും മികച്ച സ്ത്രീ സംരംഭകയ്ക്കുള്ള സാർക്ക് ഇന്റർനാഷണൽ അവാർഡ് നേടുകയും ചെയ്തു. അങ്ങനെ തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തമിഴ് സിനിമയിൽ നിന്നും
വിലക്ക് നേരിട്ട് കഴിയുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അവസരം അവരെ തേടി വന്നത്. തഗ് ലൈഫിന്റെ വേദിയിൽ മുത്തമഴയുടെ ട്രാക്ക് പാടിക്കൊണ്ട് അവർ വീണ്ടും തമിഴ്നാട് മുഴുവൻ ചർച്ചയാകുമ്പോൾ അവരുടെ മാസ്മരമായ ആലാപനം മാത്രമല്ല ചർച്ചയാക്കപ്പെടുന്നത്, മറിച്ച് തനിക്ക് നേരിട്ട പീഡനത്തെപ്പറ്റി പറഞ്ഞതിന്റെ പേരിൽ 7 വർഷത്തോളം തമിഴ് സിനിമയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ആ സംവിധാനത്തെയും സിനിമാ മേഖല മാത്രമല്ല നമ്മുടെ സമൂഹവും സ്ത്രീകളോടും അവരുടെ ദുരനുഭവങ്ങളോടും എത്രമാത്രം ആത്മാർത്ഥതയോടും നീതിപൂർവമാണ് പ്രതികരിക്കുന്നത് എന്നതിന്റെ ഒരു പുനർവായന കൂടി ആവുകയാണ് തഗ് ലൈഫ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് സമയത്തെ ആ ട്രാക്ക് പാടൽ. ഒരുപാട് കൊട്ടിഘോഷിക്കപ്പെട്ട, പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയായി മാറിയ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം തന്നെ നമുക്ക് നിരാശ പകരുന്നതാണെങ്കിലും പോരാട്ടങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പോലെയല്ലെങ്കിലും മറ്റൊരു രീതിയിലെങ്കിലും അവസാനം വിജയമുണ്ടാവുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ചിന്മയിയും അവരുടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഗാനവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.